ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം നമ്മുടെ എത്രാമത്തെ ചാപ്റ്റർ ആണ്? രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഓൾറെഡി നമ്മൾ ഒരു പാർട്ട് ചെയ്തതാണ്. അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ലിസ്റ്റ് ദ റിഫോംസ് ഇംപ്ലിമെന്റഡ് ബൈ ദ നാഷണൽ അസംബ്ലി ഇൻ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയർ ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിന്റെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ ഫ്രഞ്ച് ദേശീയ സഭ അല്ലെങ്കിൽ ഫ്രഞ്ച് ദേശീയ അസംബ്ലി നടപ്പിലാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഫ്രാൻസില് അന്നത്തെ ഭരണാധികാരിയായിട്ടുള്ള ബോർബൻ രാജാക്കന്മാരെ പുറത്താക്കിയിട്ട് അവിടുത്തെ റൂളേഴ്സായി വന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവിടെ ഭരിച്ച ആൾക്കാരാണ് ഫ്രഞ്ച് നാഷണൽ അസംബ്ലി അഥവാ ഫ്രഞ്ച് ദേശീയ സഭ. അവരെന്തൊക്കെ മാറ്റം കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പോയിന്റ്, implemented a unified constitution throughout the country. രാജ്യത്തുടനീളം ഏകീകൃത ഭരണഘടന നടപ്പിലാക്കി. ഒന്നാമത്തെ പോയിന്റ്. രണ്ട്, issued a new paper currency called അസൈനാറ്റ്. അസൈനാറ്റ് എന്ന പേരിൽ ഒരു കടലാസ് കറൻസി എന്ത് ചെയ്തു, പുറത്തിറക്കി. ഒരു പുതിയ എന്താണ്, കറൻസിയാണ്. നമ്മൾ പറയില്ലേ, നോട്ട് എന്ന് പറയില്ലേ, നമ്മൾ പൈസ അല്ലേ, അങ്ങനത്തെ ഒരു കറൻസി അദ്ദേഹം അല്ലെങ്കിൽ ആ കാലത്ത് എന്ത് ചെയ്തു, ഈ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി കൊണ്ടുവന്നു. മൂന്ന്, കോൺഫിസിക്കേറ്റഡ് ദ പ്രോപ്പർട്ടീസ് കൺട്രോൾഡ് ബൈ ദ റിലീജിയസ് ലീഡർ. റിലീജിയസ് ലീഡർ എന്ന് വെച്ചാൽ ഫസ്റ്റ് എസ്റ്റേറ്റ് ആണ് അഥവാ ക്ലർജി ആണ്. അവരെ കൈവശം ഉണ്ടായിരുന്ന മതനേതാക്കന്മാരെ നിയന്ത്രണത്തിൽ എല്ലാ മുഴുവൻ സ്വത്തുക്കളും ഇവർ കണ്ടുകെട്ടി, എന്ന് വെച്ചാൽ പിടിച്ചെടുത്തു. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, ഡിക്ലെയർഡ് കംപ്ലീറ്റ് റിലീജിയസ് ടോളറൻസ്. എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മതം വിശ്വസിക്കാനൊക്കെ ഉള്ള പൂർണ്ണമായ മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു. അടുത്തതോ, ക്ലർജി ബിക്കം സാലറീഡ് ഗവൺമെന്റ് എംപ്ലോയീസ്. പുരോഹിതന്മാർ ശമ്പളമുള്ള സർക്കാർ ജീവനക്കാരായി മാറി. നമ്മൾ പറയുന്ന പുരോഹിതന്മാർ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് എസ്റ്റേറ്റുകാർ എന്ത് ചെയ്തു എന്നാ പറയുന്നത്, ഗവൺമെന്റിന്റെ സാലറി വാങ്ങുന്ന ആളുകൾ മാത്രമാക്കി. മുമ്പ് എങ്ങനെയായിരുന്നു, ഫസ്റ്റ് എസ്റ്റേറ്റ് ഒരുപാട് സ്വത്ത് കൈവശമുള്ള, ഒരുപാട് ഓൺ ലാൻഡ് ഉള്ള, ഒരുപാട് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റിയ ആളുകളായിരുന്നു ഈ ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജി എന്ന് പറഞ്ഞാൽ. ഇവരെന്ത് മാത്രമാക്കി, എല്ലാ മാസാമാസം സാലറി വാങ്ങുന്ന ഒരു സാലറീഡ് എംപ്ലോയി ആക്കി മാറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Examine the main ideas in the Declaration of Human Rights of France in 1789. 1789 എന്ത് സംഭവിച്ചു? ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടായി. സോ അതിനുശേഷം അവിടുത്തെ മനുഷ്യന്മാർക്കുള്ള അവകാശങ്ങൾ പ്രഖ്യാപിച്ചു. ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ, മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നു. ഇതിൽ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനം. മനുഷ്യന്മാർക്ക് എന്തൊക്കെ അവകാശം, അവകാശ പ്രഖ്യാപനം എന്നാണ് പറയാം. നോക്കാം നമുക്ക്. ഒന്നാമത്തത്, men are born and remain free and equal rights. അല്ലെ, മനുഷ്യർക്ക് ജന്മനാ സ്വാതന്ത്ര്യവും തുല്യ അവകാശങ്ങളും ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് അതാ. മനുഷ്യന്മാർ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്, അവർ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ ജീവിക്കും. പോയിന്റ് നമ്പർ 1. രണ്ട്, the aim of all political association is the preservation of the natural and invisible rights of men. അന്നത്തെ ഫ്രാൻസിലുള്ള എല്ലാ രാഷ്ട്രീയ സംഘടനകൾ, ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ഉണ്ടാവും. ഈ എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യലാണ്, മനുഷ്യന്മാരുടെ അവകാശത്തെ, മനുഷ്യന്മാരുടെ സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്യലാണ്, മനുഷ്യന്മാരുടെ റൈറ്റ്സ്, മനുഷ്യന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കലാണ് ഫ്രാൻസിലുള്ള എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെയും ലക്ഷ്യം. അടുത്ത പോയിന്റോ, ദ റൈറ്റ്സ് ആർ ലിബർട്ടി എന്താണ്, ദ റൈറ്റ്സ് ആർ ലിബർട്ടി, പ്രോപ്പർട്ടി, സെക്യൂരിറ്റി ആൻഡ് റെസിസ്റ്റൻസ് ടു ഒപ്രഷൻ. ഈ അവകാശങ്ങൾ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷ, അടിച്ചമർത്തലിനെ ചെറുക്കാനുള്ള അവകാശം. എന്തിനൊക്കെയുള്ള അവകാശങ്ങളെ സംരക്ഷിക്കേണ്ടത്? മനുഷ്യന്മാരുടെ സ്വാതന്ത്ര്യം, സ്വത്ത്, ഇനി മറ്റൊരാൾ എന്താണ്, മറ്റൊരാളെ എന്ത് ചെയ്യാതിരിക്കാൻ, അടിച്ചമർത്ത അല്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക, ഇതിൽ നിന്നൊക്കെ എന്താണ്, രക്ഷ നേടാനുള്ള അവകാശങ്ങൾ. ഈ അവകാശങ്ങൾ സംരക്ഷിക്കലാണ് ഇവിടെ രണ്ടാമത്തെ പോയിന്റ്. ആരെ പണി? എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി, രാഷ്ട്രീയ സംഘടനകളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് ഒരു പോയിന്റ് നോക്കിയത്, ദ പ്രിൻസിപ്പിൾ ഓഫ് ഓൾ സോവറിനിറ്റി റിസൈഡ്സ് എസെൻഷ്യലി ഇൻ ദ നാഷൻ. അല്ലെ, പരമാധികാരത്തിന്റെ തത്വം അടിസ്ഥാനപരമായി രാഷ്ട്രത്തിൽ നിക്ഷിപ്തമാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാ കാര്യത്തിന്റെയും അവസാന വാക്കത് ആരായിരിക്കും? അത് രാഷ്ട്രമായിരിക്കും. നമ്മൾ ഈ ഒരു 4 പോയിന്റ് തൽക്കാലം നമ്മൾ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ എന്താ പറഞ്ഞത്? 1789 1789 വന്നിട്ടുള്ള എന്തിനെ കുറിച്ചാണ്? ഫ്രാൻസിലെ വിപ്ലവത്തിന് ശേഷം, ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം എന്ത് പ്രഖ്യാപിച്ചു? ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ, മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. അതിൽ പറഞ്ഞ പോയിന്റുകളാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയേ. വാട്ട് വേർ ദ റിസൾട്ട്സ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഒന്നാണ് ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്. മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. എൻഡ് ഓഫ് ഫ്യൂഡലിസം ഇൻ ഫ്രാൻസ്. ഫ്രാൻസിൽ
ഫ്യൂഡൽ സംവിധാനം എന്ത് ചെയ്തു, അവസാനിച്ചു. ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത്, അതില്ലാതായി. ആൻഡ് ലെഡ് ദ എമർജൻസ് ഓഫ് നാഷണലിസം, ദേശീയ ബോധം വളരാൻ അത് സഹായിച്ചു. കോൺസെപ്റ്റ് ഓഫ് പീപ്പിൾ സോവറിനിറ്റി, ജനങ്ങളുടെ പരമാധികാരം അല്ലെ മെച്ചപ്പെടാൻ ഇത് സഹായിച്ചു. ആൻഡ് ഇവിടെ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ്, ഫ്രാൻസിൽ പുതുതായിട്ടൊരു വെയിറ്റ് ആൻഡ് മെഷർ, ഒരു പുതിയ അളവ് തൂക്ക സംവിധാന സിസ്റ്റം നിലവിൽ വന്നു. അത് മറ്റൊരു പോയിന്റ് ആണ്. പിന്നെ ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫ്യൂഡലിസം അവസാനിച്ചു, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓൾഡ് ലൂസ്, പഴയ നിയമങ്ങളൊക്കെ ഇല്ലാതാക്കപ്പെട്ടു. ഈ പോയിന്റ് ഇവിടെ ഓർത്തു വെച്ചോ. അടുത്തൊരു പോയിന്റ്, പ്രൊക്ലെയിംഡ് നാഷൻ ഇസ് നോട്ട് മിയർലി എ റീജിയൻ ബട്ട് ദ പീപ്പിൾ, രാഷ്ട്രം വെറുമൊരു പ്രദേശമല്ല ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. സ്പ്രെഡ് ഐഡിയാസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം ലോകത്താകമാനം പ്രചരിക്കാനും. ആൻഡ് സ്റ്റിമുലേറ്റഡ് ലേറ്റർ റെവല്യൂഷൻസ്, ലോകത്ത് എവിടെയൊക്കെയാണ്, ഏഷ്യ, ആഫ്രിക്ക, ഇങ്ങനെയുള്ള പല കോണ്ടിനെന്റുകൾ, പല വൻകരകളിലുള്ള സ്വാതന്ത്ര്യ സമരത്തിനെ എന്ത് ചെയ്തിട്ടുള്ളത്, മാക്സിമം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള റെവല്യൂഷൻ ആണ് എന്നുള്ള കാര്യം എൻ്റെ മക്കൾ ഓർത്തു വെക്കുക. സോ നമുക്ക് ബാക്കി പാർട്ടുമായിട്ട് ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു പാർട്ടിൽ കാണാം. താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുന്നു. ബൈ.